ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിലെത്തിയ സിനിമ പരാശക്തി റിവ്യൂലോട്ടാണ്. ഈ ഒരു സിനിമ ആദ്യം പ്ലാൻ ചെയ്തത് സൂര്യയും ദുൽഖർ നസ്രിയൊക്കെ വെച്ചായിരുന്നു. ഇതിനകത്ത് പുറന്നാണൂർ, എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയത്തില്ല, പുറന്നാണൂർ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇത് ആദ്യം അനൗൺസ് ചെയ്തത്. പിന്നെ സൂര്യയും ദുൽഖറും ഇതിനകത്തുനിന്ന് പിന്മാറിയതിന് ശേഷമാണ് ഇത് ശിവകാർത്തികനെയും അഥർവയും വെച്ചുകൊണ്ട് ഈ ഒരു പടം ചെയ്തത്. കുറച്ചൊക്കെ കഥ കുറച്ച് മാറ്റം വരുത്തി ഇത് ചെയ്തതെന്ന് തോന്നുന്നു. ഡയറക്ടർ സുധാ കൊങ്കറൈ സുറേ പൊട്ടൂറിന് ശേഷം ഡയറക്ഷൻ ചെയ്ത സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഡയറക്ടറും റൈറ്റർ 3 പേര്, സുധാ കൊങ്കറയും പിന്നെ 3 പേരും കൂടെ ചേർന്നാണ് ഇതിൻ്റെ റൈറ്റിംഗ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശിവകാർത്തികനുണ്ടേ. ഇതെന്തെന്നറിയോ? ഇത് ഗോട്ടിനകത്ത് വിജയ് തുപ്പാക്കി പുടുങ്കോ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത തുപ്പാക്കിയാണിത്. അപ്പോൾ ഇത്രയും കാര്യം പറയുന്നത് പറഞ്ഞാൽ ഈ ശിവകാർത്തിയൻ ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിജയുടെ ഒരു പാറ്റേൺ പിടിച്ചാണ് പുള്ളി ചെയ്യുന്നത്. വിജയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് പാട്ട്, ഡാൻസ്, ഫൈറ്റ്, പിന്നെ പിള്ളേരുടെ കൂടെ വന്ന് കുറച്ച് ക്യൂട്ട്നെസ് കാണിപ്പീര്, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ വിജയ് ചെയ്യുന്ന ഒരു പരിപാടി. ആ പരിപാടി ഫോളോ ചെയ്ത് കോപ്പി അടിച്ചാണ് ശിവകാർത്തിയൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിജയ്ക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പം ശിവകാർത്തിയിലോട്ടാണ് ചൂണ്ടി വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം വിജയ് പരിപാടി നിർത്തുന്നുണ്ടല്ലോ, അതിനുശേഷം കുറേ പേര് ആ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കുറേ പേര് പറയുന്നുണ്ട്, ശിവകാർത്തിയൻ്റെ പേര് പറയുന്നുണ്ട്. ശിവകാർത്തിയനെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് ഈ പടം ഇതിന് മുമ്പ് ഇറങ്ങിയ മദ്രാസി കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ള് പറയാം. ശിവകാർത്തിയനെ കൂടാതെ അഥർവ, പിന്നെ ഇന്നത്തെ വില്ലൻ ക്യാരക്ടർ ചെയ്ത രവി മോഹൻ എന്ന് പറഞ്ഞാൽ ജയൻ രവി, പിന്നെ ശ്രീലീല നല്ല ഡാൻസറാണ്. ആക്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെ ഈ ഒരു പടം നിങ്ങൾക്ക് അതിൻ്റെ തീം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. തമിഴ്നാട്ടിലൊക്കെ പണ്ട് തൊട്ടേ വന്നിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മുടെ കേരളത്തിലെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഹിന്ദിയും ഉള്ള ഭാഷ, എല്ലാ ഒരു ഭാഷയെ പറ്റി നമുക്കൊരു അറിവ് ഒരു ബേസിക്ക് തരുന്നുണ്ട്. ഇപ്പോൾ തമിഴിൽ എനിക്ക് തോന്നുന്നു അത് ഹിന്ദി ഇല്ലെന്ന് തോന്നുന്നു, അത് ഇപ്പോഴും അവർ ഫോളോ ചെയ്ത് വരുന്ന ഒരു സാധനം തന്നെ. പടം ആരംഭിക്കുന്നത് 1959 ആ കാലഘട്ടത്തിൽ തൊട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ട്രെയിനെ ആ ഒരു കാലഘട്ടം അവർ നല്ല രീതിയിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എങ്കിലും എടുത്തു പറയുവാണെങ്കിൽ ഇതിനകത്ത് VFX ഒക്കെ വളരെ മോശം VFX ആണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് രവി കെ ചന്ദ്രനാണ് ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം, പക്ഷേ ഈ VFX ഇതിനകത്ത് ചെയ്തേക്കുന്നത് വളരെ മോശം VFX ആയിരുന്നു. ആദ്യത്തെ ഒരു ഫൈറ്റ് തന്നെ എടുത്ത് വെച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് കുറച്ച് സീനൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. നമുക്ക് പിന്നെ ഇന്ന് കാണുമ്പോൾ അറിയാം, ഒരു സീന് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സീനിലോട്ടൊക്കെ പോകുമ്പോൾ അതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ സീനൊക്കെ വെട്ടുന്നതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഈ ശിവകാർത്തിയൻ ഒട്ടും സ്യൂട്ടാവാത്ത റോളായിട്ടാണ് എനിക്ക് ഈ ഒരു പടം തോന്നിയത്. കാരണം ഈ പുള്ളി കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റോള് ഇപ്പം വിക്രം എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എറിച്ചേനെ, മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു ആക്ടിങ് ശിവകാർത്തിയന് കിട്ടില്ല. ശിവകാർത്തിയൻ ആ ഡോണിനകത്തെയോ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലെ പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു റോൾ ഒട്ടും സൂട്ടാവാത്ത രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് 2 ലീല വെറുപ്പിക്കുന്നുണ്ട്. ഒന്ന് മലയാളത്തിൽ നിന്നുള്ള കൊളപ്പള്ളി ലീല, രണ്ടാമത്തെ ഡാൻസർ ശ്രീലീല. ഇവർ രണ്ടുപേരും ഭയങ്കര വെറുപ്പീരെന്ന് പറഞ്ഞാൽ ഈ ഓരോന്ന് 2 പേരും മത്സരിച്ചാണ് വെറുപ്പിക്കുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ ഇട്ട് വെറുപ്പിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ പറയും, നീ അങ്ങനെ വെറുപ്പിച്ചാൽ ഞാൻ ഇങ്ങനെ വെറുപ്പിക്കാം എന്ന് പറയും, മത്സരിച്ച് വെറുപ്പീര്. പിന്നെ ശ്രീലീലയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ശ്രീലീലയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനടിയിൽ നമ്മളിൽ റബ്ബർ പന്ത് വെച്ചിട്ട് എങ്ങനെ നടന്നെങ്കിരിക്കും, അതുപോലെ ഇങ്ങനെ തുള്ളി തുടക്കം തൊട്ട് അവസാനം വരെ തുള്ളിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 6-7 സോങ്ങിനകത്തുണ്ട്. ഒരു സോങ് 4 മിനിറ്റ് ആകുവാണെങ്കിൽ, പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ ആണ്. അതൊക്കെ ഞാൻ പറയാം. ഈ 4 സോങ് എടുത്ത് നോക്കുവാണെങ്കിൽ 6 സോങ് എടുക്കുവാണെങ്കിൽ ഒരു സോങ്ങിന് ഒരു 3-4 മിനിറ്റ് എടുക്കുമെന്ന് വെച്ചോ. അങ്ങനെ പോകുമ്പോൾ 10-25 മിനിറ്റ് സോങ്ങിന് വേണ്ടി മാത്രം അങ്ങ് മാറിയിട്ടുണ്ട്. ഇത് എന്തിനാ ഈ സോങ്ങിൻ്റെ ആവശ്യമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ അവർ പറയാൻ ഉദ്ദേശിച്ച സാധനം, ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. മോശം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ അവർ പറയാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് ആ ഇവിടെ കിട്ടണം. ആ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കൊള്ളുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. അത് ഇതിനകത്ത് അവർ കാണിച്ചേക്കുന്നത് എറിച്ചിട്ടില്ല. പിന്നെ വില്ലനായിട്ട് വന്നേക്കുന്ന ആളാണ് രവി മോഹൻ. ഈ മുഖം കൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, മുഖം കൊണ്ടുള്ള രീതി, ആ ഒരു രീതി വെച്ചാണ് പുള്ളിക്കാരൻ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോട്ടലി, പിന്നെ ഇതിനകത്ത് എടുത്ത് കുറച്ച് ഭാഗങ്ങളിൽ അവർ 59 ആ കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അന്നത്തെ ബസ്, അന്നത്തെ കാറ്, ആ ഒരു സമയത്തുള്ള ഡ്രസ്സിങ് രീതി അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കാർഡ് ബോർഡ് കൊണ്ടുള്ള പരിപാടികളൊക്കെയാണ് ചിലയിടത്തൊക്കെ അവർ കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആ സമയത്തുള്ള നെഹ്റുവിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി 65
65-67 കാലഘട്ടത്തിലൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ കാണിച്ചവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും അവർ തന്നെ ആയിരിക്കുന്നത്. ഈ നെഹ്റുവിനെ കാണിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൽ നിന്ന് കണ്ട് ആരെന്നെ പിടിച്ചുകൊണ്ട് വന്ന് കാണിച്ചേക്കുവാ തോന്നുന്നു. ഇതിനകത്ത് അവരാകെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിൽ ഇപ്പം റെയിൽവേ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരും. ഹിന്ദിയും ഇംഗ്ലീഷും ഉള്ള ഒരു രീതിയിലാണ് അവർ വന്നേക്കുന്നത്. ആ ഒരു നിയമത്തിനെ സൗത്ത് ഇന്ത്യക്കാർ എതിർക്കുന്നുണ്ട്. അതപ്പം മാതൃഭാഷയിലും ഇംഗ്ലീഷിലും മതി എന്നുള്ള രീതിയിൽ എതിർക്കും. അത് തന്നെയാണ് ഇതിനകത്ത് അവർ കാണിച്ചു വെച്ചേക്കുന്നത്. അത് വേറെ വിഷയമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം അവർ ആ സ്ക്രിപ്റ്റ് വഴി ചെയ്തേക്കുന്നത് എനിക്കത് ഒരു ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശിവകാർത്തികേയൻ്റെ ഒക്കെ ആക്ടിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ പുള്ളി ആ ഒരു പവർഫുൾ ക്യാരക്ടർ ആവാൻ പുള്ളിക്കൊണ്ട് പറ്റിയിട്ടില്ല. പുള്ളിക്ക് ആ ഒരു എന്ന് പറയുന്നത് ആ ഒരു യോഗി ബാബുവും ശിവകാർത്തികനും അങ്ങനെയൊക്കെയുള്ള കമ്പയർ ചെയ്ത് അവരൊക്കെ ഉള്ള ഒരു കോമഡി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യാനേ പുള്ളിയെ കൊണ്ട് പറ്റത്തുള്ളൂ. ഈ ഒരു പവർഫുൾ ക്യാരക്ടർ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ശ്രീലീലയൊക്കെ ചുമ്മാ എടുത്തിട്ട് വെറുപ്പില്ലായിരുന്നു, മത്സരിച്ച് വെറുപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ജി വി പ്രകാശിൻ്റെ മ്യൂസിക് ആവശ്യമില്ലാത്ത അടുത്ത് കുത്തിക്കയറ്റി അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു എന്നിട്ട് ഈ ഫസ്റ്റ് ഹാഫ് തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ 1.5 മണിക്കൂറിന് അടുത്ത കണ്ട് ഫസ്റ്റ് ഹാഫ് ഉണ്ട്. എന്തോ ലാഗെന്ന് അറിയായിരുന്നോ? ഈ സെൻസർ ബോർഡിന് കൊടുത്തിട്ട് ഈ ഒരു പടം സെക്കൻഡ് ഹാഫ് ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ട് ആ ഫസ്റ്റ് ഹാഫ് തന്നെ 1.5 മണിക്കൂറുള്ളത് ഇൻ്റർവെല്ലും എന്തോ അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിന് ശേഷമുള്ള സീനാക്കി ഒരു സിനിമയാക്കി ഇറക്കിയ 1.5 മണിക്കൂറുള്ള സിനിമയാക്കി ഇറക്കിയെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം പറയുന്ന രീതി. ഇതൊന്നും അല്ല. അങ്ങനെ മൊത്തത്തിൽ ഈ വർഷം കണ്ടത്, ഞാൻ ഈ വർഷം ആദ്യമായിട്ട് കണ്ട സിനിമയാണ് ഇത്. ഏതാ ഈ പരാശക്തി. സുധാ കൊങ്കര നല്ല ഡയറക്ടറാണ്, അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അവരുടെ ഇതൊന്നും ഡയലോഗിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഡയലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലോട്ട് ഡബ് ചെയ്യുമ്പം അത് ഇതിനകത്ത് അങ്ങനെ കുറച്ച് സീനുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് അവർ ഹിന്ദിയിൽ കാര്യം പറയുമ്പം തമിഴായിട്ട് കാണിക്കുന്നുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഓരോരുത്തരുടെ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പം ചുണ്ടനക്കം പോലും നേരെയായിട്ട് കിട്ടുന്നില്ല. ശ്രീലീലയൊക്കെ കാര്യം പറയുന്നതും അതർവേ കാര്യം പറയുന്നതും ജയദേവിയൊക്കെ കാര്യം പറയുന്ന ചില സീനുകൾ അവർ എന്തോ ഇംഗ്ലീഷിലൊന്നും അല്ല പറയുന്നത്, അല്ലാതെ ഒരു ഇത് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു സംസാരത്തിനൊരു സംസാരം പറയുന്നതിൻ്റെ ഒട്ട് തോന്നുന്നില്ല. നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലോട്ട് കാണിക്കുമ്പോൾ മലയാളം പറയുമ്പോൾ ഒരു ഇത് കിട്ടത്തില്ല, ഒരു ബാസായിട്ടുള്ള ഒരു ശബ്ദം, അതേപോലത്തെ ഉള്ള രീതിയായിട്ടാണ് എനിക്ക് ചിലയിടത്തൊക്കെ തോന്നിയത്. ഇനി ആ തിയേറ്ററിൻ്റെ കുഴപ്പമാണോന്നും അറിയത്തില്ല. ബേസിൽ ജോസഫ് ഉണ്ട്. ബേസിൽ ജോസഫിൻ്റെ കാര്യം അറിയാമല്ലോ, ആ ഒരു ഓഞ്ഞ ചിരിക്കാൻ വേണ്ടി മാത്രം തമിഴിൽ പോയി അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ ജോസഫ്. അങ്ങനെ ഞാൻ ഈ വർഷം കണ്ടത് ഏറ്റവും ബെസ്റ്റ് സിനിമ സൂര്യ കൊങ്കരയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഈ പരിപാടി പിടിച്ചോണ്ടിരിക്കാതെ കുറച്ചും കൂടി OTT ഇറക്കി മറ്റേത് നല്ല അഭിപ്രായം കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പം ടോട്ടലി പരാശക്തി ഒരു പാരയായ ഒരു ശക്തിയായിട്ട് പോയി. വേസ്റ്റ് സിനിമ. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നത് പോയി.